ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റിയുടെ ഫോളിന് പുതിയ ചില കാരണങ്ങളിൽ കാര്യമായിട്ടുള്ളത് HMPV വൈറസുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ഈ HMPV എത്രമാത്രം അതിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ വേൾഡ് വൈഡ് മാർക്കറ്റിൽ അത്തരത്തിലുള്ള ഒരു പാനിക് സെല്ലിംഗ് ഒന്നും നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ ഇന്നത്തെ FII DII ഡാറ്റ നോക്കി കഴിഞ്ഞാൽ അവിടെ FIIs 2000 crore നെറ്റ് സെല്ലിംഗ് ആണെങ്കിലും അതൊരു പാനിക് സെല്ലിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കൂടാതെ DIS അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ബൈ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ റീറ്റെയിലേഴ്സാണ് ഒരു പാനിക് സെല്ലിങ്ങിന് കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണ്. ഇവിടെ HMPV വൈറസിനേക്കാൾ ഉപരി ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റുകളാണ് കുറേയൊക്കെ വലിയ ക്രാഷിന് കാരണമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് ഏകദേശം 4% ഡൗൺ ആയിരുന്നു. അതുപോലെ മൊത്തത്തിൽ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് 2% ഡൗൺ ആയിരുന്നു. അപ്പോൾ നിഫ്റ്റിയേക്കാൾ വലിയ തോതിലാണ് ക്രാഷ് ഈ സെഗ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ബാങ്കുകളുടെ ആ ഒരു ക്രെഡിറ്റ് ഗ്രോത്തിൽ പ്രതീക്ഷ ഒരു മുന്നേറ്റം ഇല്ലാത്തതാണ് അവരുടെ ആ ഒരു ബിസിനസ് അപ്ഡേറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്രാഷാണ് ഈ ഹെവി സെല്ലിങ്ങിന് കാരണമായിട്ടുള്ളത് എന്ന് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, ജനുവരിയിൽ പൊതുവേ നമ്മൾ കണ്ടുവരാറുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 പ്രാവശ്യം മാത്രമേ നിഫ്റ്റി പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ തുടർച്ചയായ 6 വർഷങ്ങളിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ജനുവരിയിൽ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമുക്ക് കഴിഞ്ഞ വർഷം പല എക്സ്റ്റേണലായ കാരണങ്ങൾ കൊണ്ടും അതുകൂടാതെ ഇന്റേണലായ കാരണങ്ങൾ കൊണ്ടും ചില സ്റ്റോക്കുകളുടെ പ്രൈസിൽ വൻ തകർച്ച നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ വരുന്ന Q3 റിസൾട്ടുകളിൽ ആ സ്റ്റോക്കുകളുടെ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ അത് പ്രതീക്ഷ നൽകുന്ന ഒരു റിക്കവറിക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിക്ഷേപകർ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ അത്തരം Q3 റിസൾട്ടുകൾ വളരെ നിർണായകമാകുന്ന ധാരാളം സ്റ്റോക്കുകളുണ്ട്. അതിൽ പ്രാധാന്യം അറിയിക്കുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. 52 വീക്ക് ഹൈയിൽ നിന്ന് 34% താഴേക്ക് വന്ന സ്റ്റോക്കാണിത്. കഴിഞ്ഞ ഒരു വർഷം യാതൊരുവിധ റിട്ടേണും ഇത് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ Q2 റിസൾട്ടിനോടനുബന്ധിച്ച് മാനേജ്മെൻറ്റ് കമൻട്രിയിൽ ചില സപ്ലൈ ചെയിൻ ഇഷ്യൂ ഉണ്ടെന്നും കൂടാതെ ഡിമാൻഡിൻ്റെ രംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അത്തരത്തിലുള്ള പല കമൻട്രികളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് ഡൗൺ ആകുമെന്നും കമ്പനി പറഞ്ഞിരുന്നു. അതുപോലെ കമ്പനിയുടെ റവന്യൂവിലും അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും Q2 നമ്മളത് കണ്ടതാണ്. അത് അവിടെ കാര്യമായൊരു കുറവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിസംബറിലെ കാർ സെയിൽസ് ഡാറ്റ വന്നപ്പോൾ അതിൽ 1% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ടാറ്റയുടെ സെയിൽസിൽ കാണാൻ കഴിയും. എന്നാൽ അത് മാരുതിയുമായിട്ടോ അല്ലെ ടൊയോട്ട, റിനോൾട്ട്, MG പോലെയുള്ള കമ്പനികളുടെ കാർ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരുന്നു. അപ്പോൾ കാർ സെയിൽസിൽ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലോ അതുപോലെ JLR ബിസിനസ്സിലോ ഉണ്ടായിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനലായിട്ടുള്ള എഫക്റ്റ് ഇവരുടെ റിസൾട്ടുകളിൽ എത്രമാത്രം പ്രതിഫലിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ Q3 റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. രണ്ടാമതായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ റിസൾട്ടാണ്. 52 വീക്ക് ഹൈയിൽ നിന്ന് 33% കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണിത്. കഴിഞ്ഞ ഒരു വർഷം -30% വളരെ ഞെട്ടിക്കുന്ന ഒരു ഡൗണിലേക്ക് പോയ സ്റ്റോക്കാണിത്. ഇവരുടെ മാർജിൻ ഗൈഡൻസിൽ പറയുന്നത് ഗ്രോസ് മാർജിൻ 250 ബേസിസ് പോയിന്റ് ഇയർ ഓൺ ഇയർ കുറഞ്ഞതായിട്ടും കൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 16.4% ഫോൾ ആയതായിട്ടും കമ്പനി പറഞ്ഞിരുന്നു. അപ്പോൾ എംപ്ലോയി കോസ്റ്റ് വർദ്ധിച്ചതും അതുപോലെ ബിർള ഓപ്പസ് പോലെയുള്ള പെയിന്റ് കമ്പനികളിൽ നിന്നുള്ള ശക്തമായ കോമ്പറ്റീഷനും അതൊക്കെ കാരണം ഇവർക്ക് വലിയ തോതിലുള്ള ഡിസ്കൗണ്ടുകളും ഓഫറുകളൊക്കെ നൽകേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റബിലിറ്റിയെ അത് വലിയ തോതിൽ ബാധിച്ചു എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് പെയിന്റിന്റെ വില വർദ്ധിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് മാർജിനിൽ വർദ്ധിക്കുമെന്നും അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് വരുമെന്നുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിന്റെ Q3 ഒരു റിക്കവറി ഉണ്ടാകുമോ എന്ന് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് ഏഷ്യൻ പെയിന്റ്സും നമ്മൾ റഡാറിൽ വരേണ്ട ഒരു കമ്പനിയാണ്. മറ്റൊന്ന് ഈ സ്ട്രിപ്പ് പ്ലാനേഴ്സ് ആണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ 40% കറക്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷം -25% നഷ്ടമാണ് അത് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ Q2 റിസൾട്ടിൽ നല്ലൊരു ഡിവിഡൻഡായിരുന്നു. അത് എയർലൈൻ ടിക്കറ്റ് രംഗത്തുള്ള കോമ്പറ്റീഷനും അതുകൊണ്ട് തന്നെ ശക്തമായ ഡിസ്കൗണ്ടിങ് നൽകേണ്ടി വന്നതുമായി ബന്ധപ്പെട്ട കാരണങ്ങളൊക്കെയാണ് കമ്പനി ഉയർത്തിക്കാട്ടിയത്. അപ്പോൾ ശക്തമായ മത്സരം കാരണം 30 പോയിന്റിന്റെ ഇടിവാണ് ഇയർ ഓൺ ഇയർ അവർ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് കൂടാതെ കമ്പനിയിൽ ഇന്റേണലായ ചില ഇഷ്യൂസും ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ CEO ആയിരുന്ന നിഷാദ് പിറ്റി രാജിവെച്ചതും ഒരു ബ്ലോക്ക് ഡീലിലൂടെ തന്റെ കയ്യിലുള്ള ബാക്കിയുള്ള പ്രൊമോട്ടർ ഷെയർ മുഴുവൻ വിറ്റഴിക്കാൻ തുടങ്ങിയതുമായിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു. പിന്നീട് സഹോദരനായിട്ടുള്ള റികാന്ത് പിറ്റി അദ്ദേഹം പുതിയ CEO ആയി നിയമിക്കപ്പെടുകയും അങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്തതും ഒക്കെയാണ് നമുക്ക് കമ്പനിയുടെ വാർത്തകളിൽ കാണാൻ കഴിയുക.
എന്നാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി നെഗറ്റീവിൽ നിൽക്കുന്ന ഈ സ്റ്റോക്കിൽ ഇനി വരാൻ പോകുന്ന Q3 റിസൾട്ടുകൾ മോശമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ സ്റ്റോക്കിൽ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്തൊരു സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. അത് 52 വീക്ക് ഹൈയിൽ നിന്ന് 30% താഴേക്ക് വന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം -24%, അതായത് 24% നഷ്ടം ഇൻവെസ്റ്റേഴ്സിന് നൽകിയ മറ്റൊരു സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പോൾ കഴിഞ്ഞ Q2 റിസൾട്ടിൽ പ്രോഫിറ്റിൽ വലിയ ഇടിവാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മൈക്രോ ഫൈനാൻസ് രംഗത്ത് കിട്ടാക്കടങ്ങൾക്ക് വേണ്ടി ഇവർ പ്രൊവിഷൻസ് അലോക്കേറ്റ് ചെയ്യേണ്ടി വന്നതിനാൽ Q2 റിസൾട്ടിൽ അത് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി ബാധിക്കുകയും അത് കാരണം പ്രോഫിറ്റബിലിറ്റിയിൽ വലിയ തോതിലൊരു ഡിക്ലൈൻ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ആ മൈക്രോ ഫൈനാൻസ് സെഗ്മെൻറ്റിൽ ഇവരുടെ ആ ഒരു അൺസെക്യൂർഡ് ലെൻഡിങ്, അത്തരം ലോണുകൾ തിരിച്ചു കിട്ടാനാവാത്ത വിധത്തിലുള്ള പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് കമ്പനി നഷ്ടത്തിലാവാനുള്ള ഒരു കാരണം. കൂടാതെ ക്രെഡിറ്റ് കാർഡ് രംഗത്തും ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ഇവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പല മെഷേഴ്സും ഇവർ എടുത്തതായിട്ടാണ് ഇവരുടെ Q2 റിസൾട്ടിനോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള കമൻട്രിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഫലപ്രദമായിട്ടുണ്ടെന്നും അതൊക്കെ കമ്പനിയുടെ പെർഫോമൻസിനെ എത്രമാത്രം പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് ഈ വരാൻ പോകുന്ന Q3 റിസൾട്ടിൽ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. അടുത്തൊരു സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 22% ഈ സ്റ്റോക്ക് താഴേക്ക് വന്നിരുന്നു. കഴിഞ്ഞ ഒരു വർഷം വെറും 6% റിട്ടേൺ ആണ് ഓവറോൾ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. Q2 മോശമല്ലാത്ത റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഒരു കമ്പനി കൂടിയായിരുന്നു മണപ്പുറം. എന്നിട്ടും ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ്നെസ് ഇല്ലാതിരിക്കാനുള്ള കാരണം RBI ആശീർവാദ് മൈക്രോ ഫിനാൻസിനെതിരെ എടുത്ത ആക്ഷൻ കഴിഞ്ഞ വർഷം മണപ്പുറം സ്റ്റോക്കിൽ വലിയ ഇടിവിന് കാരണമായിരുന്നു. ഈ സ്വർണ്ണപ്പണയ വായ്പകളിൽ RBI റെഗുലേഷൻ ഫോളോ ചെയ്യാതെ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന ആരോപണമാണ് RBI ഇതേപോലുള്ള NBFCകളിൽ വലിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനുള്ള കാരണം. അപ്പോൾ മണപ്പുറത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള ആശീർവാദ് മൈക്രോ ഫിനാൻസ് അവിടെ ഈ റെസ്ട്രിക്ഷൻ വന്നതോടുകൂടി ടെമ്പററി ബേസിൽ അത് മണപ്പുറത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുമെന്ന ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബ്രോക്കറേജ് ഹൗസുകൾ മണപ്പുറത്തിൻ്റെ ആ ഒരു ടാർഗറ്റ് ഡൗൺഗ്രേഡ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ വലിയൊരു ഫോൾ വന്നത്. എന്നാൽ പിന്നീട് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആ സ്റ്റോക്കിലുണ്ടായിരുന്നു. അപ്പോൾ വരാൻ പോകുന്ന Q3 റിസൾട്ടുകൾ വളരെ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ആണ്. ഇത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 26% താഴേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം 8% നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ 8% നഷ്ടം ഇൻവെസ്റ്റേഴ്സിന് സമ്മാനിച്ച ഒരു സ്റ്റോക്കാണ് ഗോദ്രേജ് കൺസ്യൂമർ. Q3 സെയിൽസ് ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്തത് ഒരു സിംഗിൾ ഡിജിറ്റ് മാത്രമായിരിക്കും എന്നത് ഗോദ്രേജ് കൺസ്യൂമർ സ്റ്റോക്കിൻ്റെ ആ Q2 കമൻട്രിയിൽ പറഞ്ഞത്. അത് ആ ഗോദ്രേജ് കൺസ്യൂമർ മാത്രമല്ല, പല ലീഡിംഗ് FMCG സ്റ്റോക്കുകളും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ ഒരു പ്രസ്താവന സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ഗോദ്രേജ് കൺസ്യൂമർ പ്രധാനമായിട്ട് അവരുടെ സോപ്പ് നിർമ്മാണത്തിലാണ് അവർ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നത്. കാരണം 20-30% വരെ പാം ഓയിലിൻ്റെ വില വർദ്ധിച്ചതും അതുകൂടാതെ മറ്റ് റോ മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിച്ചതും ഇവർക്ക് ആ ഒരു കാറ്റഗറിയിൽ ഇവരുടെ റവന്യൂവിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. അപ്പോൾ അതാണ് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി സിംഗിൾ ഡിജിറ്റിലേക്ക് വരുമെന്ന് ഇവർ പ്രസ്താവിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ഈ ഒരു പ്രസ്താവനയോടുകൂടി ബ്രോക്കറേജ് ഹൗസുകൾ അവരുടെ ടാർഗറ്റ് ഡൗൺഗ്രേഡ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് പ്രൈസിൽ ഇടിവുണ്ടായി. ഈ ഇത്തരം കൺസ്യൂമർ പ്രോഡക്റ്റുകളുടെ വില വർദ്ധിപ്പിച്ചത് കൊണ്ട് വരും ക്വാർട്ടറുകളിൽ നല്ല റിസൾട്ട്, നല്ല മാർജിൻ ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ Q3 റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു സ്റ്റോക്ക് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. അത് 52 വീക്ക് ഹൈയിൽ നിന്നും 45% കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം -40%, 40% നഷ്ടം ഇൻവെസ്റ്റേഴ്സ് നൽകിയ സ്റ്റോക്കാണിത്. അപ്പോൾ ഇവരുടെ നോൺ പെർഫോമിംഗ് അസറ്റുകളുടെ റേഷ്യോ വളരെയധികം വർദ്ധിച്ചതാണ് ഇവരെ വെട്ടിലാക്കിയത്. 2.7% ആണ് അത് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ആ മൈക്രോ ഫിനാൻസ് ലോൺ വളരെയധികം അൺസെക്യൂർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു അൺസെക്യൂർഡ് ലോൺ നൽകുന്നതിലുള്ള അതിൻ്റെ വെയിറ്റേജ് ഇവർ കുറച്ചുകൊണ്ട് കൂടുതലായിട്ട് സെക്യൂർഡ് ലോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോഴത്തെ അവരുടെ ഡെപ്പോസിറ്റ് ഗ്രോത്തും അതുപോലെ ലോൺ അഡ്വാൻസും ഒക്കെ വർദ്ധിച്ചിട്ടുകൊണ്ട് കുറച്ച് മെച്ചപ്പെട്ട് വരുന്നതായിട്ടാണ് അവരുടെ ബിസിനസ് അപ്ഡേറ്റിൽ പറയുന്നത്. എങ്കിലും ഇവരുടെ റിസൾട്ട് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം നെഗറ്റിവിറ്റി ഈ സ്റ്റോക്കിൻ്റെ ചുറ്റുപറ്റി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വളരെ അധികം ഈ സ്റ്റോക്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് Paytm ആണ്. നമുക്കറിയാം Paytm പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ സേവനങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഫെബ്രുവരി 29 മുതൽ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ അതുപോലെ വാലകളിൽ ടോപ്പപ്പ് ചെയ്യാനോ പാടില്ലെന്നും പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുതും എന്നൊക്കെയുള്ള പല നിർദ്ദേശങ്ങളും ആ സമയത്ത് വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്കിൽ വലിയ ക്രാഷാണ് സംഭവിച്ചത് കഴിഞ്ഞ ഒരു വർഷം. പക്ഷേ പിന്നീട്
ഈ സ്റ്റോക്ക് റിക്കവർ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള RBI റെഗുലേഷനെയൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും അങ്ങനെ 43% ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തു. അതുകൂടാതെ 52 വീക്ക് ഹൈയിൽ നിന്നും 7% മാത്രമാണ് ഇപ്പോൾ താഴത്തേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്താണ് ഈ സ്റ്റോക്കുള്ളത്. എങ്കിലും നമുക്കറിയാം ഈ സ്റ്റോക്ക് 1961 എന്നുള്ള ഹൈ പ്രൈസിൽ പോയ സ്റ്റോക്കാണ്. അതിൻ്റെ അടുത്തെത്താൻ ഇനിയും എത്രയോ ദൂരം ഈ സ്റ്റോക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ സ്റ്റോക്കിൽ കാണുന്നത് ഇതിൻ്റെ ലോസ് അവർ കുറച്ചു കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഇവർ 930 കോടിയുടെ ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു കാരണം അതർ ഇൻകം എന്നുള്ള ഹെഡിങ്ങിൽ വന്നിട്ടുള്ള ഇൻകമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ബിസിനസ് ഗ്രോത്ത് അല്ല എങ്കിലും വരും ക്വാർട്ടറുകളിൽ ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നാണ് പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റോക്കിൽ ഒരു റാലി നടന്നത്. എങ്കിലും ഇപ്പോഴും ഈ സ്റ്റോക്കിനെ സംശയത്തോടു കൂടിയാണ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ Q3 റിസൾട്ടുകൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്റ്റോക്ക് അദാനി ഗ്രീൻ ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 54% താഴത്തേക്ക് വന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷം -38% ലോസ് ഇൻവെസ്റ്റേഴ്സിന് സമ്മാനിച്ച ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഡിക്ലൈൻ ആയെന്ന് മാത്രമല്ല, ഈ അദാനി സ്റ്റോക്കുകൾക്കെതിരെ വന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ അവർ നേരിട്ടിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ വർഷം വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ അദാനി സ്റ്റോക്കുകളും താഴത്തേക്ക് വന്നിരുന്നു. അതിന് ഏറ്റവും അധികം എഫക്ട് ചെയ്ത സ്റ്റോക്കാണ് അദാനി ഗ്രീൻ. കാരണം ആ ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി ഫ്രോഡിൽ ഈ അദാനി ഗ്രീനിൻ്റെ MDയും ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ് ആ സ്റ്റോക്കിന് വലിയ തോതിൽ അത് ബാധിക്കാൻ കാരണം. മൊത്തത്തിൽ വന്ന ആ ഒരു നെഗറ്റിവിറ്റിയെ പിന്നീട് പല എക്സ്പ്ലനേഷനിലും കൂടെ മറികടക്കാൻ അദാനി ശ്രമിച്ചെങ്കിലും ഇപ്പോഴും സ്റ്റോക്ക് ഡൗണിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി മറികടക്കണമെങ്കിൽ നല്ല ഇമ്പ്രസീവായിട്ടുള്ള റിസൾട്ട് അദാനി കമ്പനികളിൽ ഉണ്ടാകേണ്ടതുണ്ട്, പ്രത്യേകിച്ച് അദാനി ഗ്രീനിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അത് വരുമോ ഇല്ലയോ എന്നാണ് ഈ Q3 നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച 8 സ്റ്റോക്കുകൾ കൂടാതെ പല കമ്പനികളിലും Q3 റിസൾട്ടുകൾ നിർണായകമാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് Q3 റിസൾട്ട് അത്രമാത്രം നിർണായകമാകാൻ പോകുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. Thank you for watching. See you next time with another video.